ഇതാണ് എൻ്റെ ചെടി കളക്ഷൻ. നമുക്കെല്ലാം അറിയാം വൈറ്റ് ജമന്തിയാണ്, വൈറ്റ് ഓർക്കിഡ്. ഈ ഫ്ലവറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എന്താ 6 മാസമാണ് ഈ പൂ പിടിച്ച് നിൽക്കുക. 6 മാസം ഇത് പിടിക്കുന്ന സമയം പൂ ഉണ്ടാവില്ല. 6 മാസം ഇത് തൈ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. 10 മണിയുടെ ഇതല്ല, 10 മണിയുടെ ഒരു 22 കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. വയലറ്റ് ഓർക്കിഡ്, റോസ് എല്ലാം പല സൈസ് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഒരു 19-20 കളറോളം അല്ല ഇത് ഡിസൈനോളം റോസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിലും പൂവില്ല ഇപ്പോൾ. ഇതൊരു ബന്ദിയാണ്. നമ്മൾ സാധാരണ ബന്ദിന്നും ജമന്തിന്നൊക്കെ ഇവിടങ്ങളിൽ ചിലർ പറയാറുണ്ട്. ഇത് ഓറഞ്ച് റോസ, നമ്മുടെ സാധാരണ ബോൾസാണ്. ഇത് ഒരു തരത്തിലുള്ള എന്തൊരു ചെടിയാണ്, പക്ഷെ അത് ഒരുപാട് പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ടൊരു ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ 10 മണി കളക്ഷനാണ്. ഇനി കുറച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വെക്കുന്നുണ്ട്. ഇതൊക്കെ മേടിച്ചതാണ്, ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് യെല്ലോ ജമന്തിയാണ്. ഇതും ഒരു 10 മണി. യെല്ലോ റോസ്, റെഡ് റോസ്. ഈ ചെടിയുടെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ. അതുപോലെ ഇതിൻ്റെയും പേരറിയില്ല. ഇത് ഞാനിപ്പം ഇന്നലെ നട്ടതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും അതിനൊരു വാട്ടുണ്ട്. ഇതെൻ്റെ താമരയാണ്. 2 ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്, 2 ബേസണിലായിട്ടാണ്. കുറച്ച് എന്താ പറയുക, നമ്മൾ കുറച്ച് സീഡ്സൊക്കെ ഇട്ടുള്ളതുകൊണ്ട് തന്നെ പള്ളയൊന്നും ഒരുപാട് പറിക്കാനായിട്ട് പറ്റിയില്ല. പുല്ലൊക്കെ കുറച്ചേറെ ഉണ്ട്. ഇത് ശരിക്കും വേറെ ജമന്തിയാണ്, റെഡ് കളർ ജമന്തിയാണ്. ഇതതുപോലെ ഒരു വയലറ്റ് കളർ ജമന്തിയാണ്. പക്ഷെ അതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ആ പൂക്കളുണ്ടായിരുന്നു, അത് ഞാൻ അതേപടി കൊണ്ട് വെയിലത്ത് വെച്ചിരുന്നു. അപ്പോൾ ഒത്തിരി വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതെല്ലാം അങ്ങോട്ട് ഒരു കരിഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ പൂക്കളൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഇനിയിപ്പോൾ പിടിച്ചോളും, നന്നായിട്ട് പിടിച്ചോളും അത്. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ്. അതുപോലെ തന്നെ പടർന്ന് പിടിക്കുന്നതാണ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കൊന്നിൻ്റെ പേരൊന്നും അറിയില്ല. ഇതൊക്കെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇനി എന്താണുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ചെടി നട്ടാലും എന്ത് കൊണ്ട് നട്ടാലും പിടിക്കും. കാരണം അതിനായിട്ടുള്ള ഒരു പ്രത്യേക വളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക്സ്.